ഞാൻ സുമ ടീച്ചർ, സുമ ശിവദാസ്. നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് പൊരിച്ച പത്തിരി. പല ഇനം പത്തിരികളുണ്ട്. ശരിക്കും ഇത് മലബാറുകാരുടെ ഒരു പലഹാരമാണ്. നമ്മളൊക്കെ ഇവിടങ്ങളിലും ഉണ്ടാക്കുന്നുമുണ്ട്, കടയിൽ മേടിക്കാനും കിട്ടും. അപ്പോൾ അങ്ങനെ പഠിച്ചെടുത്തതാണ് ഞാൻ. അതിന് വേണ്ടത് നമ്മളുടെ പുട്ടിൻ്റെ പൊടിയല്ല, പാലപ്പത്തിൻ്റെ പൊടിയാണ്, അല്ലെങ്കിൽ പത്തിരി പൊടിയാണ്, അതായത് ഇടിയപ്പപ്പൊടിയാണ്. പത്തിരിപ്പൊടി ഇല്ല, ഇടിയപ്പപ്പൊടി എല്ലാം നല്ല നൈസ് പൊടിയാണ്. പുട്ടുപൊടിക്ക് ഒരു സ്വല്പം തരങ്ങ് കൂടുതൽ വേണം, ആവി കയറി ഇറങ്ങിപ്പോകാൻ സ്പേസ് കൊടുക്കണ്ടേ. അതുകൊണ്ട് ഇത് ഒറ്റ കപ്പ്, മെഷറിങ് കപ്പ് പത്തിരിപ്പൊടി, പച്ചരിയുടെ പൊടിയായത്. ഇത് വീട്ടിലുണ്ടാക്കിയ പച്ചരിയുടെ പൊടി തന്നെയാണ്. നമുക്ക് ഇതൊന്ന് വാട്ടിക്കുഴച്ചെടുക്കണം. വാട്ടിക്കുഴയ്ക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ചേർക്കേണ്ട സാധനങ്ങൾ ഒരു 3-4 ചുമന്നുള്ളി, ഒരല്ലി വെളുത്തുള്ളി, പിന്നെ വേണ്ടത് അല്പം ജീരകമാണ്, പിന്നെ ഉപ്പ്, പിന്നെ 1 സ്പൂൺ വെളിച്ചെണ്ണയോ നെയ്യോ എന്തെങ്കിലും കുഴയ്ക്കുന്ന ഈ വെള്ളത്തിലേക്ക് ഒഴിക്കണം. 1 കപ്പ് പൊടിക്ക് 1.5 കപ്പ് വെള്ളം, ഇപ്പോൾ 1/2 കപ്പും കൂടിയായി. നിങ്ങൾ ഏത് ഗ്ലാസ്സിൽ പൊടിയെടുക്കുന്നോ അതേ ഗ്ലാസ്സിൽ തന്നെ വെള്ളം 1.5 ഗ്ലാസ്. 1/2 കപ്പ് തേങ്ങ, ചുമന്നുള്ളി 4-5 എണ്ണം, വെളുത്തുള്ളി 1 ഇള, ജീരകം, ചെറിയ ജീരകം 1 ടീസ്പൂൺ കഷ്ടിച്ച്. ഇതെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒതുക്കിയെടുത്താൽ മതി. തോരനൊക്കെ ഒതുക്കുന്ന അത്രയും മതി, കൂടുതൽ ഒരിക്കലും അരയ്ക്കരുത്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ചതച്ചെടുക്കാം. ഇത് എല്ലാം കൂട്ടി തേങ്ങയും ഒക്കെ ജസ്റ്റ് തോരന് മാതിരി ഒന്ന് ഒതുക്കിയെടുത്തിട്ടേ ഉള്ളൂ. ഇതും കൂടി നമുക്ക് ഇതിലോട്ട് ചേർക്കാം. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ, 1/4 ടീസ്പൂൺ ഉപ്പ് മതി. എല്ലാം കൂടി ഒന്ന് ഇളക്കുക. ഉപ്പ് വേണേ ഒന്ന് നോക്കിക്കോളുക. എന്നിട്ട് 1 കപ്പ് പൊടി ഇതിലേക്ക് ചേർക്കുക. അപ്പോൾ ഇത് നല്ലതായിട്ട് ഇനി ഇങ്ങനെ ഇളക്കി തെറിക്കാതെ. എൻ്റെ മരക്കോൽ ഒടിഞ്ഞു പോയി, അതുകൊണ്ടാണ് ഞാനിത് എടുത്തത്. ചട്ടുകം തന്നെ കുഴച്ച് കൈകൊണ്ട് തന്നെ കൈകാര്യം ചെയ്യാറായാൽ ഉടനെ എന്ന് പറഞ്ഞാൽ ചൂട് സ്വല്പം കുറയുമ്പോൾ ചൂടോടുകൂടി തന്നെ കുഴയ്ക്കണം, തണുത്തിട്ടല്ല കുഴയ്ക്കേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ കുഴയും. ചട്ടുകം കൊണ്ട് കുഴയ്ക്കാനും മറ്റേ തടിത്തവി കൊണ്ട് കുഴയ്ക്കാനും നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കൈക്കും ഉണ്ട്. ഇതിൻ്റെ കൂടെയോട്ട് ഇത് കരിഞ്ജീരകമാണ്. കലോഞ്ചി എന്നും പറയും, ഒണിയൻ സീഡ് എന്നും പറയും ഇതിനെ. കരിഞ്ജീരകമാണ് മറ്റേ എള്ളിനേക്കാളും സ്വാദും മണവും കൊടുക്കുന്നത്. ഇത് ഒരു നനഞ്ഞ തുണി വെച്ച് വേണം ബാക്കി വന്നത് മൂടി വയ്ക്കാൻ. ഇതിപ്പം നനച്ചിട്ട് മുറുക്ക പിഴിഞ്ഞ തുണി, സ്വല്പം നനവുള്ള തുണിയിട്ട് മൂടി വച്ചിരിക്കുകയാണ്, പുറമേ ഉണങ്ങിപ്പോകാതെ. നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. അരിപ്പൊടി തൂകിയോ ഗോതമ്പ് പൊടി തൂകിയോ നിങ്ങൾക്ക് ഇത് പരത്താം. ഒരു കഷ്ടിച്ച് 1 സെൻറ്റിമീറ്റർ വലിപ്പം വേണം, കഷ്ടിച്ച്. ഏകദേശം ഒരു ഉദ്ദേശം മതി, അളന്നു നോക്കിയൊന്നും വേണ്ട. ഇത് മതി. ഏകദേശം 1/4 സെൻറ്റിമീറ്റർ തിക്നെസ് ഇല്ലേ. ഇത് മതി.
ഇത് നമ്മൾ പള്ളക്കളയുകയൊന്നുമില്ല കേട്ടോ. ഇത് വീണ്ടും ഒന്നുകൂടെ കുഴച്ചിട്ട് ഇതേപോലെ തന്നെ മിച്ചം ഇരിക്കുന്നതിൻ്റെ കൂടെയോ അല്ലെ ഇതിൽ നിന്നോ മാക്സിമം എണ്ണം എടുക്കാവുന്ന അത്രയും എടുക്കും. ആദ്യമേ നമ്മൾ ഓരോ പത്തിരി ഇടുമ്പം നല്ല തീയിൽ എണ്ണ തിളയ്ക്കാറായതായിരിക്കണം. പക്ഷേ അതിനകത്ത് അല്പം കഴിഞ്ഞിട്ട് എണ്ണ ഒരു മീഡിയത്തിലോട്ട് മാറ്റണം. മീഡിയം ഹൈ അല്ല, ഒരു മീഡിയം മാത്രം മതി. തീ താത്തി പൊങ്ങി വന്നു. അപ്പോൾ ഒന്ന് തിരിച്ചിടാം, ഒന്നും കൂടി ഇടാം. അറ്റം ചുവന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ആദ്യം ഇട്ടത് ഇങ്ങോട്ടെടുക്കാം. ഇത് നാളെ കഴിക്കാമെന്നൊന്നും വിചാരിക്കരുത്. ഉണ്ടാക്കുന്ന അന്ന് 4 മണിക്കോ അല്ലെങ്കിൽ രാത്രിക്കോ, പിള്ളേരുള്ള വീട്ടിൽ എളുപ്പം തീരും. അല്ലാത്തടത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ അത്ര രുചിയില്ല. അതുകൊണ്ട് 1 കപ്പ് ധാരാളം ഉണ്ടാക്കിയാൽ മതി. വീട്ടിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ 2 കപ്പ് എടുക്കാം. ഇത് ഇറച്ചി കൂട്ടി കഴിക്കാം, കടല കൂട്ടി കഴിക്കാം, കഴിക്കുന്നവർക്ക് മീൻ കൂട്ടി കഴിക്കാം, ചുമ്മാതെ ചായയുടെ കൂടെയും കഴിക്കാം. ഇതിൻ്റെ വട്ടവും കനവും അനുസരിച്ചാണ് എണ്ണം പറയുന്നത്. ഈ തിക്നെസ്സിൽ, ഈ കനത്തിൽ, ഈ വട്ടത്തിൽ ഇത് 17-18 എണ്ണം ഉണ്ട്. കുറച്ചും കൂടെ ചുറ്റളവ് കൂട്ടിയാൽ എണ്ണം കുറയും. തിക്നെസ് വേണേലും ഒരല്പം കൂടെ കൂട്ടാം, പക്ഷെ നിർബന്ധമില്ല. ഇത് 18 എണ്ണം ഉണ്ടായി. നിങ്ങൾക്ക് ഈ കരിഞ്ജീരകം, ജീരകം, ചുവന്നുള്ളി, പിന്നെ വെളുത്തുള്ളി, ഇതിൻ്റെയൊക്കെ അളവ് അവരവരുടെ വീട്ടിലെ രുചി അനുസരിച്ച് അല്പം കൂടെ കൂട്ടാം വേണ്ടവർക്ക്. ഇതൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഈ രുചി കൂടുതൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ അല്പം കൂടെ കൂട്ടണം. പക്ഷെ സാധാരണ രീതിക്ക് മതിയെങ്കിൽ ഇത് മതി. ഇതിപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇത് ഒട്ടും സ്ട്രെയിൻ ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കുക. അധികം പാത്രങ്ങൾ വേണ്ട, അധികം മണാഗുണ ഒന്നും എടുക്കണ്ട. അങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ പിള്ളേർക്ക് എപ്പം വേണമെങ്കിലും ഉണ്ടാക്കി ഇഷ്ടം പോലെ കൊടുക്കാവുന്ന ഒരു പലഹാരമാണ് പൊരിച്ച പത്തിരി. നല്ല സൗന്ദര്യബോധമുള്ളവരെടുക്കുമ്പം ഇത് ഇങ്ങനെയൊക്കെ വരും. ഞാനാണെങ്കിൽ മുകളിൽ എടുത്ത് വയ്ക്കും. അപ്പോൾ ഇത് മിനിയുടെ അടുക്കലാണ്, എൻ്റെ അല്ല. ഞാൻ മുകളിൽ വെച്ചപ്പോൾ മിനി പറഞ്ഞു ഇനി കൊണ്ടുപോവാ, ഞാൻ എടുക്കാം എന്ന് പറഞ്ഞ്. നല്ല സൗന്ദര്യബോധമുള്ള ആളുമാണ് മിനി. അതുകൊണ്ടാണ് ഈ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് നന്ദി നമസ്കാരം പറയേണ്ട സമയമായി. അതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതിൽ തെറ്റില്ല. നല്ല സ്വാദുമുണ്ട്. 4 മണി ചായയ്ക്ക് ഇത് വെറുതെ ചായയുടെയോ കാപ്പിയുടെയോ കൂടെ കടിച്ച് തിന്നാൻ നല്ലൊരു സ്നാക്കാണ്. ഇറച്ചിയോ മീനോ ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് അതിൻ്റെ കൂടെ മുക്കി തിന്നാൻ നല്ലൊരു ഭക്ഷണമാണ്. അപ്പോൾ സ്നാക്കായിട്ടും ഭക്ഷണമായിട്ട് രാവിലെയോ ഉച്ചയ്ക്കോ വൈകിട്ടോ ഒക്കെ കഴിക്കാവുന്ന ഒരു സംഗതിയാണ് ഇത്. അപ്പോൾ നന്ദി നമസ്കാരം.